പശ്ചിമേഷ്യ സംഘർഷ സാഹചര്യത്തിൽ അശാന്തിയിൽ തുടരുകയാണ്. നമുക്ക് ഗൾഫ് മേഖലകളിലെ സാഹചര്യം കൂടി ഇപ്പോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് UAE-യിൽ നിന്നും. ഷിൻസ്, ദുബായിൽ വീണ്ടും സ്ഫോടനമുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? രോഹിണി, ഇപ്പോൾ ഉണ്ടായ ആക്രമണങ്ങളെ പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം എങ്ങനെ ശബ്ദം കേട്ടു അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായെന്നുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. അതിന് കൃത്യമായ സ്ഥിരീകരണമില്ല. നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒമാനിൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെ ഇറാൻ ആക്രമിക്കാത്ത ഒരു ഗൾഫ് രാജ്യങ്ങളുടെ രാജ്യമായിരുന്നു ഒമാൻ. ഒമാനിലെ ദുഃഖം തുറമുഖത്ത് നേരെ 2 ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഡ്രോണുകളിൽ ഒന്ന് തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ പതിച്ചു. ആക്രമണത്തിൽ പ്രവാസിയായ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം ഉണ്ടായിരുന്ന സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിന് നേരെയായിരുന്നു ആദ്യ ഡ്രോൺ ആക്രമണം. രണ്ടാമത്തെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഇന്ധന ടാങ്കി സമീപത്തായി വീണു. ഈ സംഭവത്തിൽ ആളപായ നാശനഷ്ടം ഉണ്ടായില്ല. എന്നാൽ ആദ്യത്തെ ഡ്രോൺ വീണെടുത്തുനിന്ന് ഒരു തൊഴിലാളിക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ദുഃഖത്തെ ആക്രമിക്കാനുള്ള പ്രധാന കാരണം അമേരിക്ക ദുഃഖത്തെ തന്ത്രപ്രധാനമായ ലോജിസ്റ്റിക് കേന്ദ്രം ഉപയോഗിക്കുന്നതിന് ഒമാനുമായി സൈനിക കരാർ ഒപ്പുവെച്ചിരുന്നു. ഹോർമുസ് കടലിലേക്ക് പുറത്ത് അറബിക്കടലിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും പുതിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൈനിക കേന്ദ്രങ്ങൾ ഒന്നായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഏത് സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷത്തെ തുടർന്ന് ഗൾഫ് നേതാക്കളുമായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദൻ ബിൻ താരിഖ് സംസാരിച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനുമായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടായിരുന്നു ചർച്ച. ഇപ്പോൾ ഒമാന് നേരെയും മറ്റ് GCC രാജ്യങ്ങളായ UAE, കുവൈറ്റ്, സൗദി, ബഹ്റൈൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം ഒമാന് നേരെയും ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ദുഃഖം തുറമുഖത്ത്, ഒമാന്റെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായ ദുഃഖം തുറമുഖത്തിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് 2 ഡ്രോണുകൾ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് രോഹിണി. അതോടൊപ്പം UAE-യിലെ വിവിധ സ്കൂളുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. നമുക്കറിയാം ഷിൻസ്, ധാരാളം മലയാളികളുണ്ട്, ഭാരതീയരുണ്ട് പ്രവാസ ലോകത്ത്. അവരുടെയൊക്കെ ഒരു പ്രതികരണം ഷിൻസിന് ലഭ്യമാകുന്നുണ്ടോ? കാരണം നാട്ടിലുള്ള അവരുടെ ബന്ധുമിത്രാദികളൊക്കെ തന്നെ വളരെ ആശങ്കയിലാണ്. കാരണം ഈ തുടരെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്ത പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം അശാന്തമാണ് സാഹചര്യം. അവർക്ക് നൽകാൻ കഴിയുന്ന, നമുക്ക് അവരുടെ സമാധാനമായിരിക്കാൻ പകരുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അവിടെ നിന്നും? ആദ്യമായി ഗൾഫ് രാജ്യങ്ങളിലെ CBSE പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. 10-12 ക്ലാസ്സുകളിലെ പരീക്ഷയാണ് ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മാറ്റിവെച്ചിരിക്കുന്നത്. മാതാപിതാക്കളും കുട്ടികളും ആശങ്കയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ പരീക്ഷയ്ക്ക് പോകും, അല്ലെങ്കിൽ പരീക്ഷ എഴുതും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പരീക്ഷ മാറ്റിവെച്ച CBSEയുടെ അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇവിടെ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം സുഗമമായി പോകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന അഭ്യൂഹങ്ങളാണ് നാട്ടിലുള്ളവർക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ താരതമ്യേന സുരക്ഷിതമാണ്. രാവിലെയായിരുന്നു ഇവിടെ കുറച്ച് ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ ഡ്രോണുകൾ തകർന്നു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. അല്ലെങ്കിൽ UAE അതിനെ കാര്യമായി പ്രതിരോധിക്കുന്നുണ്ട്. 200-ലേറെ മിസൈലുകളും ഡ്രോണുകളും UAE-യിലേക്ക് വന്നെങ്കിലും അവയെ എല്ലാം ഫലപ്രദമായി ചെറുക്കാൻ UAE-യുടെ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം, പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്കും ഒത്തിരി ആശങ്ക ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ ഒട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഗവൺമെന്റ് അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, UAE-യിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയും പ്രവാസികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിലും സഹായം നൽകാനായി അവർ ഒരുങ്ങിയിട്ടുണ്ട്. അതിനായി പ്രത്യേക ടോൾ ഫ്രീ നമ്പറും അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ സാധിക്കാത്തവർക്ക് വാട്സപ്പിലും സഹായം ആവശ്യപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി. ശരി ഷിൻസ്, വളരെ നന്ദി.